2025 ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ഇപ്പോൾ പുറത്തിറങ്ങിയിട്ടുള്ള ഒരു കിഡിലൻ ഇന്തോനേഷ്യൻ ഹൊറർ മൂവിയാണ് ഞാൻ ഇന്ന് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് പോകുന്നത്. ആദ്യമായിട്ടാണ് കൂട്ടുകാർ നമ്മുടെ ഈ ഒരു കൊച്ചു ചാനൽ കാണുന്നതെങ്കിൽ ഇപ്പൊ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കണ്ട. ഒട്ടും വൈകാതെ നമുക്ക് നേരെ കഥയിലോട്ട് കിടക്കാം. സിനിമയുടെ തുടക്കത്തിൽ തന്നെ കാണിക്കുന്നത് ഒരു റിച്വൽ നടത്തുന്നതാണ്. ഭൂമിക്കടിയിലായി ഒരു പെൺകുട്ടിയെ ഇങ്ങനെ കുഴിച്ചിട്ടിരിക്കുകയാണ്. തല മാത്രം പുറത്തുണ്ട്. എന്താണ് ഇവർ നടത്തുന്നതെന്ന് നമുക്ക് അവസാനമേ അറിയാനായിട്ട് കഴിയുകയുള്ളൂ. പെട്ടെന്ന് എന്തോ ഒരു ഭീകരമായിട്ടുള്ള കാഴ്ച കണ്ട് ഈ ഒരു പെൺകുട്ടി നിലവിളിക്കുകയാണ്. എന്താണ് സംഭവിച്ചതെന്ന് നമുക്ക് നോക്കാം. 6 ദിവസം മുമ്പുള്ള ഇന്തോനേഷ്യയിലെ ഒരു ഗ്രാമമാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. നാട്ടുകാർക്ക് എല്ലാവർക്കും പ്രിയപ്പെട്ട ഒരാളാണ് മിസ്റ്റർ മുൽവാൻഡോ. ഒരുപാട് സമ്പത്തിന് ഉടമയാണ് അദ്ദേഹം. ഒരുപാട് കൃഷിയിടങ്ങളും സ്ഥലങ്ങളും എല്ലാം തന്നെ മുൽവാൻഡോയ്ക്ക് സ്വന്തമായുണ്ട്. പോകുന്ന വഴിയിൽ ഇവിടുത്തെ ഗ്രാമത്തലവനായിട്ടുള്ള മിസ്റ്റർ ബുദ്ധിയാകട്ടെ റബ്ബർ കർഷകരുടെ കഷ്ടപ്പാടൊക്കെ മിസ്റ്റർ മുൽവാൻഡോയോട് പറയുന്നുണ്ട്. അതെല്ലാം കേട്ടതിന് ശേഷം മിസ്റ്റർ മുൽവാൻഡോ തന്റെ വീട്ടിലേക്ക് പോകുന്നു. ഒരു പാലത്തിലൂടെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് ഒരു ചെറിയ മിനി ലോറി അങ്ങോട്ടേക്ക് വരികയും മുൽവാൻഡോയുടെ ബൈക്കിൽ ഇടിക്കാനായിട്ട് പോകുന്നുണ്ട്. ബൈക്ക് ഒരു സൈഡിലേക്ക് വെട്ടിച്ചു മാറ്റിയത് കൊണ്ട് കഷ്ടിച്ച് മുൽവാൻഡോ രക്ഷപ്പെട്ടു. നമ്മൾ ഈ കാണുന്നതാണ് മുൽവാൻഡോയുടെ ഏറ്റവും ഇളയ പുത്രനായിട്ടുള്ള യാൻഡ. യാൻഡയ്ക്ക് കോളേജിൽ പോകാനൊന്നും യാതൊരുവിധ താല്പര്യവുമില്ല. ഇവിടുത്തെ പ്ലാന്റേഷൻ മൊത്തം നോക്കി നടത്തിക്കോളാമെന്നാണ് അവൻ പറയുന്നത്. മുൽവാൻഡോ ഇപ്പോൾ പോകുന്നത് പുള്ളിക്കാരന്റെ അടുത്ത ബന്ധുവിന്റെ മകളായിട്ടുള്ള അജങ്ങിന്റെ അടുത്തേക്കാണ്. അവളാണ് ഇവിടുത്തെ കുതിരകളെയും മറ്റും നോക്കുന്നത്. ഇനി നമുക്ക് മുൽവാൻഡോയുടെ ഭാര്യയെ പരിചയപ്പെടാം. റഹ്മ എന്നാണ് ഭാര്യയുടെ പേര്. രാവിലെ മുതൽ തന്നെ മിസ്റ്റർ മുൽവാൻഡോയ്ക്ക് ചെറുതായിട്ട് നെഞ്ചുവേദന ഉണ്ടായിരുന്നു. പോരാത്തതിന് നല്ല തണുപ്പും. പനി വരാൻ പോകുന്നുണ്ട് എന്നും പറഞ്ഞ് ചുക്കുകാപ്പി ഇട്ട് കുടിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് വീണ്ടും നെഞ്ചുവേദന വരുന്നത്. ഭാര്യ വന്നിട്ട് പുള്ളിക്കാരനെ താങ്ങി പിടിച്ചിട്ടുണ്ട്. കുഴപ്പമൊന്നുമില്ല, കുറച്ച് കഴിയുമ്പോൾ മാറും എന്നൊക്കെ പറഞ്ഞ് ഭാര്യ ആശ്വസിപ്പിച്ചു. വലിയ കുഴപ്പങ്ങളൊന്നുമില്ലാതെ തന്നെ ആ ഒരു ദിവസം കടന്നുപോയി. അടുത്ത ദിവസം ചൊവ്വാഴ്ചയാണ്. വെറും ചൊവ്വാഴ്ചയല്ല, ക്ലിവോൺ ചൊവ്വാഴ്ച. അതൊരു ശപിക്കപ്പെട്ട ദിവസമാണ്. വളരെ രാവിലെ തന്നെ റഹ്മ എഴുന്നേറ്റ് ഇപ്പൊ എല്ലാവരെയും വിളിക്കുകയാണ്. പതിവ് പോലെ മിസ്റ്റർ മുൽവാൻഡോ കുളിക്കാനായിട്ട് ബാത്റൂമിലേക്ക് കയറുന്നു. ഹീറ്റർ വർക്ക് ചെയ്യുന്നില്ലേ ഇക്ക എന്ന് ഭാര്യ വിളിച്ചു ചോദിക്കുന്നു. ഉണ്ട് പൊന്നെ എന്നും പറഞ്ഞുകൊണ്ട് പുള്ളിക്കാരൻ പല്ല് തേക്കാനായിട്ട് തുടങ്ങി. മുൽവാൻഡോ അപ്പൊ തന്നെ ചുമ്മാ ആ ഒരു ഷവർ തുറന്നിട്ടിട്ടുണ്ടായിരുന്നു. പെട്ടെന്ന് ആ ഒരു ഹീറ്റർ കേടാവുകയും വെള്ളത്തിലേക്ക് കറണ്ട് വ്യാപിക്കുകയും ചെയ്യുന്നുണ്ട്. ഇതൊന്നും അറിയാതെ മുൽവാൻഡോ ഷവർ ഓഫാക്കാനായിട്ട് ആ ഒരു വെള്ളത്തിലേക്ക് കാലെടുത്ത് വെച്ചതും ഉടൻ തന്നെ ഷോക്കേറ്റ് മുൽവാൻഡോ മരണപ്പെടുന്നു. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ചൊവ്വാഴ്ച, ക്ലിവോൺ ചൊവ്വാഴ്ചയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട്. അന്നത്തെ ദിവസം ഒരു ശപിക്കപ്പെട്ട ദിവസമാണ്. ആരാണോ അന്ന് മരിക്കുന്നത്, ആ മരിച്ച ആളുടെ ഫാമിലി മെമ്പേഴ്സിനെ മൊത്തം ഈ മരിച്ച ആളുടെ പ്രേതം തിരികെ വന്ന് കൂട്ടിക്കൊണ്ട് കൊലപ്പെടുത്തി കൊണ്ടുപോകുമെന്നാണ്. ഇത് തടയാനായിട്ട് മരണാനന്തര ചടങ്ങുകൾക്കൊപ്പം തന്നെ ഒരു റിച്വൽ കൂടി അല്ലെങ്കിൽ മറ്റൊരു പ്രാർത്ഥനയും കൂടി നടത്തേണ്ടതായിട്ടുണ്ടെന്നൊക്കെ പഴമക്കാര് പറയാറുണ്ട്. മുൽവാൻഡോയുടെ മകളാണ് നുറി. അവളുടെ ഗ്രാജുവേഷൻ കാണാൻ വേണ്ടിയിട്ടാണ് പുള്ളിക്കാരൻ കുളിച്ച് റെഡിയാവാനായിട്ട് പോയത്. പക്ഷേ ഗ്രാജുവേഷനിൽ പങ്കെടുക്കാൻ പോലും അദ്ദേഹത്തിന് കഴിഞ്ഞില്ല. അദ്ദേഹം മരണപ്പെട്ടു എന്നറിഞ്ഞ് ഇപ്പൊ നൂറി വളരെ വിഷമത്തോട് കൂടിയിട്ടാണ് വീട്ടിലേക്ക് ഓടി വരുന്നത്. മകനായിട്ടുള്ള സേസയും അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. സേസ ഒരു ഡോക്ടറാണ്. ഏറ്റവും മൂത്ത മകൻ സേസയാണ്. മുൽവാൻഡോ മരിച്ചത് ചൊവ്വാഴ്ച ആയതുകൊണ്ട് തന്നെ നാട്ടുകാർ മൊത്തം ഈ ഒരു കാര്യം പറഞ്ഞുകൊണ്ടേയിരിക്കുന്നുണ്ട്. ഈ ഒരു മരണത്തിന്റെ ഒപ്പം തന്നെ ആ ഒരു ചടങ്ങ് കൂടി നടത്തണ്ടേ എന്നാണ് എല്ലാവരും ചർച്ച ചെയ്യുന്നത്. പക്ഷേ ഈ മൂത്ത മകനായിട്ടുള്ള സേസയ്ക്ക് ഇതിലൊന്നും യാതൊരുവിധ താല്പര്യമുണ്ടായിരുന്നില്ല. വില്ലേജ് ഹെഡായിട്ടുള്ള മിസ്റ്റർ ബുദ്ധി വന്ന് പറഞ്ഞിട്ട് പോലും അവനത് സമ്മതിക്കുന്നില്ല. എൻ്റെ അമ്മയ്ക്കും മറ്റുള്ളവർക്ക് ആർക്കും തന്നെ ഇപ്പോൾ ഒട്ടും വയ്യ, അതിൻ്റെ കൂടെ ഇങ്ങനൊരു ചടങ്ങ് കൂടി നടത്താനായിട്ട് ഞങ്ങൾക്ക് പറ്റില്ല എന്ന് പറഞ്ഞ് അവൻ അകത്തേക്ക് പോവുകയാണ്. സഹോദരിയായിട്ടുള്ള നുറി സേസയോട് ഒരുപാട് കരഞ്ഞു പറഞ്ഞെങ്കിലും അവൻ സമ്മതിക്കുന്നില്ല. അങ്ങനെ ഏറ്റവും ഇളയ പുത്രനായിട്ടുള്ള യാന്റെ മാത്രമാണ് ഈ ഒരു കർമ്മം ചെയ്യുന്നത്. എന്താണ് കർമ്മം എന്ന് പറയാം. മയ്യത്ത് കൊണ്ടുപോകുമ്പോൾ ഫാമിലി മെമ്പേഴ്സ് മയ്യത്തിന് ഫ്രണ്ടിലായി നിന്നുകൊണ്ട് പ്ലേറ്റുകൾ താഴെയിട്ട് പൊട്ടിക്കണം. പിന്നീട് മുൻപോട്ടേക്ക് പോകുമ്പോൾ പൂക്കളും അതുപോലെ തന്നെ ചില്ലറ പൈസയും താഴേക്ക് വിതറണം. അങ്ങനെ ഉള്ള ഒരു കർമ്മമാണത്. ഈ ഒരു കർമ്മം പള്ളിക്കാട്ടിലേക്ക് അല്ലെന്നുണ്ടെങ്കിൽ ശവപ്പറമ്പിലേക്ക് എത്തുന്നത് വരെ ഇവർ തുടർന്നുകൊണ്ടേയിരിക്കണം. യാണ്ടയും നുറിയും മാത്രമാണ് ഈ ഒരു കർമ്മം ഇപ്പോൾ ചെയ്യുന്നത്. പള്ളിക്കാട്ടിലേക്ക് എത്തുന്നത് വരെ അവരത് തുടർന്നുകൊണ്ടേയിരുന്നു. നാട്ടുകാരുടെയും ബന്ധുക്കളുടെയും പൂർണ്ണ സമ്മതത്തോടു കൂടി അങ്ങനെ ആ ഒരു ശവസംസ്കാര ചടങ്ങുകൾ ഭംഗിയായി പൂർത്തിയായി. ഈ ഒരു കർമ്മം ചെയ്യാത്തവരെ തേടി ഉറപ്പായിട്ടും മരിച്ച ആള് വരും. അതും 7 ദിവസത്തിനുള്ളിൽ. ഇപ്പൊ 1ാമത്തെ ദിവസമാണ്. ബന്ധുക്കളും നാട്ടുകാരും എല്ലാവരും കൂടി ചേർന്ന് ഇവരുടെ വീട്ടില് ഇപ്പോ പ്രാർത്ഥനകളിൽ മുഴുകിയിരിക്കുകയാണ്. അതിനിടയിലാണ് മുൽവാൻഡോയുടെ ഭാര്യയായിട്ടുള്ള റഹ്മയ്ക്ക്
ഭർത്താവ് വിളിക്കുന്നത് പോലെയൊക്കെ തോന്നുന്നത്. പുള്ളിക്കാരി ഒരു മെഴുകുതിരിയും കൊണ്ട് അടുക്കള ഭാഗത്തേക്ക് പോയി നോക്കുന്നു. പക്ഷെ അവിടെ ആരും കാണാനില്ല. ഭർത്താവിന്റെ സൗണ്ട് വീണ്ടും വീണ്ടും പല റൂമുകളിൽ നിന്നിട്ടൊക്കെ കേൾക്കുന്നുണ്ട്. ഇവൾക്ക് ആകെ പേടിയാവാനായിട്ട് തുടങ്ങി. പെട്ടെന്ന് ശരീരം മൊത്തം തണുക്കുന്നത് പോലെയൊക്കെ തോന്നുകയാണ്. അങ്ങോട്ടേക്ക് അപ്പോൾ നൊറി വരുന്നുണ്ട്. എന്നിട്ട് അമ്മയെ സമാധാനിപ്പിക്കുന്നു. വീണ്ടും പ്രാർത്ഥന ചൊല്ലിയിട്ട് വരാം എന്നും പറഞ്ഞ് അമ്മയുടെ അടുത്തുനിന്ന് ഇപ്പൊ നൊറി പോകുമ്പോൾ അമ്മ പറയുകയാണ്, എന്റെ അടുത്ത് നീ പോവല്ലേ, എന്റെ കൂടെ തന്നെ നിൽക്ക്, എനിക്ക് പേടിയാണ്, എനിക്ക് വല്ലാതെ തണുക്കുന്നു. അങ്ങനെ അന്ന് രാത്രി മുഴുവൻ നമ്മുടെ നൂറി അമ്മയുടെ കൂടെ തന്നെയാണ് ഉണ്ടായിരുന്നത്. ഒരുപാട് നേരം കഴിഞ്ഞാണ് റഹ്മ ഉറങ്ങുന്നത്. അമ്മ ഉറങ്ങിയെന്ന് ഉറപ്പുവരുത്തിയ നമ്മുടെ നുറിയാകട്ടെ ഇപ്പൊ ബാത്റൂമിലേക്ക് പോകാനായിട്ട് ഒന്ന് ഇറങ്ങിയിട്ടുണ്ട്. പക്ഷെ അടുക്കള ഭാഗത്തു നിന്ന് വീണ്ടും ഉപ്പയുടെ സൗണ്ട് കേട്ടിട്ട് അവൾ അങ്ങോട്ടേക്ക് പോയി നോക്കുകയാണ്. പക്ഷെ ആരെയും തന്നെ കാണാനില്ല. പെട്ടെന്നാണ് ബാത്റൂമിൽ ആരോ കുളിക്കുന്ന സൗണ്ട് കേൾക്കുന്നത്. ഈ ഒരു അർദ്ധരാത്രിയിൽ ആരായിരിക്കും? അവൾ അങ്ങനെ ബാത്റൂമിന്റെ അവിടെ അങ്ങനെ കാതോർത്ത് നിന്നു. പെട്ടെന്ന് ബാത്റൂമിന്റെ വാതിലങ്ങോട്ട് തുറന്നു. അത് നമ്മുടെ യാന്റെ ആയിരുന്നു. നുറി ആകെ പേടിച്ചുപോയി. അന്ന് രാത്രി ആരും ഉറങ്ങിയിട്ടുണ്ടായിരുന്നില്ല. അജിങ്ങും സേസയും അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. ഇവർ ഈ ഒരു കാര്യങ്ങളൊക്കെ പറയുമ്പോൾ അങ്ങനെ ഒരു കർമ്മങ്ങളും ചെയ്യേണ്ടതായിട്ടില്ല, അങ്ങനെയൊന്നും ഒരിക്കലും നടക്കില്ല, നിങ്ങൾ പേടിക്കണ്ട എന്നാണ് മൂത്ത ജ്യേഷ്ഠനായിട്ടുള്ള സേസ പറയുന്നത്. പക്ഷേ വില്ലേജ് ഹെഡ് പറഞ്ഞ കാര്യങ്ങളൊക്കെ സത്യമാണെന്ന് യണ്ട നമ്മുടെ നുറിയോട് പറയുന്നുണ്ട്. അടുത്ത ദിവസം രാവിലെ നുറി ഉമ്മയുടെ റൂമിലേക്ക് പോയി നോക്കുമ്പോൾ ഉമ്മയെ കാണാനില്ല. അവൾ അങ്ങനെ ജ്യേഷ്ഠനായിട്ടുള്ള സേസയോട് പറയുകയാണ്. സേസയാണെന്നുണ്ടെങ്കിൽ അവന്റെ ഹോസ്പിറ്റലിൽ രോഗികൾ വന്നതിനെ പറ്റിയിട്ടൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. വീട്ടിലുള്ള എല്ലാവരും ഇപ്പൊ തെരച്ചിലോട് തെരച്ചില്. അങ്ങനെ പുറത്തേക്ക് നോക്കിയപ്പോ പുറത്തുള്ള റോഡിലായിട്ട് ഇപ്പൊ റഹ്മ കിടക്കുകയാണ്. ഇത് കണ്ടതും നുറിയാകട്ടെ അലറി വിളിച്ച് അങ്ങോട്ടേക്ക് ഓടി പോവുകയാണ്. മിസ്റ്റർ മുൽവാൻഡോയെ ആ ഒരു പാലത്തിൽ വെച്ച് ഒരു ട്രക്ക് ഇടിക്കാനായിട്ട് വന്നില്ലേ, അതേ ട്രക്ക് തന്നെ ഇപ്പൊ പാഞ്ഞു വരുന്നുണ്ട്. എന്തോ ഭാഗ്യത്തിന് പെട്ടെന്ന് തന്നെ യൻഡോ അങ്ങോട്ടേക്ക് വന്നിട്ട് അമ്മയെ രക്ഷിക്കുന്നു. ഈ കാഴ്ചയെല്ലാം തന്നെ വില്ലേജ് ഹെഡ് കാണുന്നുണ്ടായിരുന്നു. ഈ ഒരു ശാപം മാറ്റുന്ന ഒരാളെ എനിക്ക് പരിചയമുണ്ട്, നീ അവരെ പോയി കാണണം എന്നാണ് വില്ലേജ് ഹെഡ് ഇപ്പോ യണ്ടയുടെ അടുത്ത് പറയുന്നത്. മറുവശത്ത് നുറിയും അജിങ്ങും കൂടി ചേർന്ന് റഹ്മയെ ഇപ്പൊ റൂമിലേക്ക് ആക്കിയിട്ടുണ്ട്. പുള്ളിക്കാരിക്ക് ഇപ്പൊ കൊടും തണുപ്പാണെന്നാണ് പറയുന്നത്. മരിക്കുന്നതിന് മുമ്പായിട്ട് ഉപ്പയ്ക്കും ഇതേ അവസ്ഥയായിരുന്നെന്ന് ഇപ്പൊ റഹ്മ മക്കളോട് പറയുന്നു. ഞാൻ മരിച്ചാല് നിന്നെ കൂട്ടാനായിട്ട് ഞാനും വരാം എന്ന് പറഞ്ഞുകൊണ്ട് റഹ്മ മകളെ നോക്കി ഒരു സൈക്കോയെ പോലെ ചിരിക്കുകയാണ്. അന്ന് രാത്രി തന്നെ നുറി ഈ കാര്യങ്ങള് സേസയോടും യണ്ടയോടും പറഞ്ഞു. സേസ അപ്പോഴും പറയുന്നത്, ഇതിലൊന്നും നിങ്ങൾ വിശ്വസിക്കരുത്, ഞാനൊരു ഡോക്ടറാണ്, ഞാൻ ഒരുപാട് പേഷ്യൻസിനെ കണ്ടിട്ടുണ്ട്, മരണത്തോട് മല്ലടിച്ച് കിടക്കുന്നത്, ഈ കാര്യങ്ങളൊന്നും നിങ്ങൾ വിശ്വസിക്കരുത്, ഈ കാലത്ത് ഇതൊക്കെ ആരാണ് വിശ്വസിക്കുക എന്ന് പറഞ്ഞിട്ട് ഇവരെ വഴക്ക് പറയുന്നു. അടുത്ത ദിവസം തൊട്ട് ഇവരുടെ വീട്ടിൽ ഇപ്പോൾ റിനോവേഷൻ വർക്കുകളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിനിടയിൽ ഇപ്പോ റഹ്മ മകളോട് നല്ല രീതിയിൽ അടുക്കുന്നു. മൂത്ത മകനായിട്ടുള്ള സേസയ്ക്ക് എപ്പോഴും ഫോൺ കോൾസ് വന്നുകൊണ്ടിരിക്കുകയാണ്. പുള്ളിക്കാരന്റെ ആശുപത്രിയിൽ ഇപ്പൊ പേഷ്യൻസിന്റെ എണ്ണം കൂടിയിട്ടുണ്ട്, ഉടനെ തന്നെ ഞാൻ അങ്ങോട്ടേക്ക് ചെല്ലണം, ഉമ്മയ്ക്ക് ഇപ്പൊ കുഴപ്പമൊന്നുമില്ലല്ലോ എന്നാണ് സേസ ഇപ്പൊ റഹ്മയോട് ചോദിക്കുന്നത്. ഇല്ല മോനെ, മോൻ എന്തായാലും ഇന്നത്തെ ദിവസം കൂടി നിന്ന് നാളെ പൊക്കോ എന്നാണ് ഉമ്മ പറയുന്നത്. അങ്ങനെ റഹ്മ ഇപ്പോ നിസ്കരിച്ചുകൊണ്ടിരിക്കുമ്പോൾ മുകളിലത്തെ നിലയിലാണ് റിനോവേഷൻ വർക്കുകളൊക്കെ നടക്കുന്നത്. അതിന്റെ ഭാഗമായിട്ടാണെന്നറിയില്ല അവിടുത്തെ ഫാന് വല്ലാതെ ഇളകുന്നുണ്ട്. മാത്രമല്ല റഹ്മ നിസ്കരിക്കുമ്പോൾ അവളുടെ പുറകിലായിട്ടുണ്ടായിരുന്ന അലമാരിയുടെ കണ്ണാടിയിൽ ഒരു പ്രേതം വന്ന് നിൽക്കുന്നുണ്ട്. റഹ്മ അത് കണ്ടിട്ടില്ല. നിസ്കാരം പൂർത്തിയാക്കിയ ശേഷം എന്താണ് ഈ ഫാൻ ഇങ്ങനെ ഇളകുന്നതെന്ന് വിചാരിച്ച് പുറത്തെ ഡോർ തുറക്കാനായിട്ട് നിൽക്കുമ്പോൾ പെട്ടെന്ന് ജനല് തനിയെ തുറക്കുകയാണ്. ആ ഒരു ജനല് അടയ്ക്കാനായിട്ട് പോയപ്പോൾ തേണ്ടടാ, മരിച്ചുപോയ സ്വന്തം ഭർത്താവിന്റെ ശവശരീരം അവൾക്ക് മുമ്പിലായിട്ട് തല കുത്തിനെ നിൽക്കുന്നു. എന്താ ചെയ്യേണ്ടെന്നറിയാതെ റഹ്മ പേടിച്ചു വിറക്കുകയാണ്. പെട്ടെന്ന് തന്നെ ആ മുകളിൽ കറങ്ങിക്കൊണ്ടിരുന്ന ഫാന് റഹ്മയുടെ തലയിലേക്ക് വീഴുകയും അതിദാരുണമായി റഹ്മ കൊല്ലപ്പെടുകയും ചെയ്യുന്നു. അങ്ങനെ ആ ഒരു വീട്ടില് വീണ്ടും ഒരു മരണം കൂടി സംഭവിച്ചിരിക്കുകയാണ്. വില്ലേജ് ഹെഡ് ആയിട്ടുള്ള മിസ്റ്റർ ബുദ്ധി വീണ്ടും വന്ന് യണ്ടയോട് പറയുന്നുണ്ട്, നീ എത്രയും പെട്ടെന്ന് ആ ഒരു ഷാമാനെ പോയി കാണണം, അല്ലാന്നുണ്ടെങ്കിൽ ഇനിയും മരണം സംഭവിക്കും. വില്ലേജ് ഹെഡ് പറഞ്ഞ കാര്യങ്ങളൊക്കെ മൂത്ത ജ്യേഷ്ഠനായ സേസയോടും നമ്മുടെ യണ്ട പറഞ്ഞു. പക്ഷെ ഇപ്പോഴും സേസയ്ക്ക് ഈ കാര്യത്തിൽ വിശ്വാസമില്ല. ഇവരെ രണ്ടുപേരെയും വഴക്കു പറഞ്ഞ് മുറിയിലേക്ക് പോവുകയാണ് സേസ. അച്ഛനും അമ്മയ്ക്കും മരണം സംഭവിക്കുന്നതിന് തൊട്ട് മുമ്പായിട്ട് വന്ന ആ ഒരു തണുപ്പ് സേസയ്ക്കും ഇപ്പോൾ അനുഭവപ്പെടുന്നുണ്ട്. അടുത്ത ദിവസം രാവിലെ മാത്രമേ സംസ്കാര ചടങ്ങുകളൊക്കെ നടക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ അന്ന് രാത്രി മരിച്ചുപോയ തന്റെ അമ്മയോടത്താണ് നമ്മുടെ നുറി കിടക്കുന്നത്. പെട്ടെന്നൊരു ദുസ്വപ്നം കണ്ട് നമ്മുടെ നുറി എഴുന്നേൽക്കുകയാണ്. നോക്കുമ്പോൾ അവളുടെ അമ്മയാകട്ടെ അവളെ തന്നെ തുറിച്ചു നോക്കുകയാണ്. വീണ്ടും അമ്മയുടെ തല നേർരേഖയിലാക്കി അവള് കിടന്നു. വിഷമം താങ്ങാനാവാതെ നമ്മുടെ സേസയാകട്ടെ ഒരു പാലത്തിന് മുകളിൽ നിന്ന് സിഗരറ്റ് വലിച്ചുകൊണ്ടിരിക്കുകയാണ്. പെട്ടെന്ന് അവിടുത്തെ സ്ട്രീറ്റ് ലൈറ്റ് പൊട്ടിത്തെറിക്കുകയും മൊത്തം ഇരുട്ടാക്കുകയും ചെയ്യുകയാണ്.
ശേഷം കാണുന്നത് അവന്റെ ഉമ്മ ഇപ്പോ നിസ്കാര കുപ്പായത്തില് ഒരു പ്രേതമായിട്ട് വന്നിരിക്കുന്നു. പാലത്തിന് അപ്പുറത്തായിട്ട് അവന്റെ ഉപ്പയുടെ പ്രേതവുമുണ്ട്. പേടിച്ചു വിറച്ച സേസയാകട്ടെ അവിടെ നിന്നും വണ്ടിയെടുത്ത് പരക്കം പായുന്നു. ഒരു വിധത്തിലാണ് സേസ ഇപ്പൊ വീട്ടിലേക്ക് എത്തിയിരിക്കുന്നത്. അങ്ങനെ അടുത്ത ദിവസം ഇവരുടെ ഉമ്മയായിട്ടുള്ള റഹ്മത്തിന്റെ അടക്കവും കഴിഞ്ഞു. ഇത്തവണ എണ്ടയും നുറിയും ഒട്ടും അമ്മാന്തിച്ചില്ല. നേരത്തെ വില്ലേജ് ഹെഡ് പറഞ്ഞിട്ടുണ്ടായിരുന്ന ആ ഒരു മന്ത്രവാദിയെ കാണാനായിട്ട് രണ്ടുപേരും കൂടി അങ്ങോട്ടേക്ക് പോവുകയാണ്. ജ്യേഷ്ഠനായിട്ടുള്ള സേസയോട് ഇവരിത് പറഞ്ഞില്ല. കാരണം മറ്റൊന്നുമല്ല, പുള്ളിക്കാരൻ സമ്മതിക്കില്ല. അങ്ങനെ അന്നത്തെ ദിവസം രാത്രി ഏറെ വൈകിയാണ് നമ്മുടെ സേസ ഉറക്കം എഴുന്നേൽക്കുന്നത്. പകലെപ്പോഴോ കിടന്നുറങ്ങിയതാണ്. നോക്കുമ്പോൾ അനിയനെയും അനിയത്തിയും കാണാനില്ല. മരിച്ചുപോയ ഉമ്മയുടെ റൂമിലേക്ക് അവൻ ചുമ്മാ ഒന്ന് പോയി നോക്കുകയാണ്. ആ ഒരു ഫാന് വീണിട്ടുണ്ടായിരുന്ന സീലിംഗ് ആകെ തകർന്നിരിക്കുകയാണ്. അജങ്ങിനെ വിളിച്ച് അവരെവിടെ പോയി എന്ന് ചോദിക്കുന്നു. അവൾക്ക് അറിയില്ല എന്നാണ് പറയുന്നത്. സീലിംഗ് ശരിയാക്കാനായിട്ട് അടുത്ത ദിവസം തന്നെ ആള് വരുമെന്ന് അജങ്കും പറയുന്നുണ്ട്. പിന്നീട് ആ ഒരു സീലിംഗിൽ നിന്ന് രക്തം ഇങ്ങനെ ഒഴുകുന്നതാണ് കാണിക്കുന്നത്. ഒരുപാട് ദൂരം സഞ്ചരിച്ചതിന് ശേഷം ആ ഒരു മന്ത്രവാദിനിയുടെ വീട്ടിലേക്ക് എത്തിയിരിക്കുകയാണ് എണ്ടയും നുറിയും. മന്ത്രവാദിയോട് എല്ലാ കാര്യങ്ങളും ഇവര് തുറന്നു പറഞ്ഞു. മറുവശത്ത് നാട്ടുകാരും വീട്ടുകാരൊക്കെ വന്നു പോകുമ്പോ രണ്ടുപേരെയും തിരക്കുന്നുണ്ട്. അവരെവിടെ പോയി എന്ന് ജ്യേഷ്ഠനായിട്ടുള്ള സേസയോടാണ് ചോദിക്കുന്നത്. സേസ ഇക്കാര്യം വന്ന് അജങ്ങിനോട് പറയുന്നുണ്ട്. അവരെവിടെ പോയി? ഇത്ര നേരമായിട്ടും അവർ വരുന്നില്ലല്ലോ. പിന്നെയാണ് സേസയ്ക്ക് ഒരു കാര്യം ഓർമ്മ വരുന്നത്. വില്ലേജ് ഹെഡ് പറഞ്ഞതനുസരിച്ച് ആ ഒരു മന്ത്രവാദിനിയെ കാണാനായിട്ടായിരിക്കും അവർ പോയിട്ടുണ്ടാവുക. മറുവശത്ത് ഈ ഒരു മന്ത്രവാദിനി നിങ്ങൾ പറഞ്ഞ പ്രശ്നങ്ങൾക്കെല്ലാം ഒരു പരിഹാരമുണ്ട്, പക്ഷെ അതൊരൽപ്പം കടന്ന കൈയാണ്. വീട്ടിലാണെന്നുണ്ടെങ്കിൽ സേസ ആകെ പരിഭ്രാന്തനായിട്ട് തണുത്ത് വിറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടക്കുന്നത് കണ്ട് അജങ്ങിന് നല്ല പേടിയാകുന്നുണ്ട്. സേസ ഉടനെ തന്നെ മരിച്ചുപോയ ഉമ്മയുടെ റൂമിലേക്ക് പോവുകയാണ്. എന്നിട്ട് അവിടുത്തെ കട്ടിനടിയിലായിട്ട് എന്തോ ഒന്ന് അവന്റെ കയ്യിൽ തടയുന്നു. അവൻ അത് എടുത്തു നോക്കുമ്പോ അത് ഉമ്മയുടെ കണ്ണായിരുന്നു. പേടിച്ചു വിറച്ച് അവൻ അത് അവിടെ തന്നെ ഇട്ടു. ശേഷം വീണ്ടും കട്ടിനടിയിലേക്ക് നോക്കിയപ്പോൾ എന്തോ ഒരു തുണിയിൽ പൊതിഞ്ഞു വെച്ചിരിക്കുന്നതായിട്ട് അവന് കാണാനായിട്ട് സാധിച്ചു. അതപ്പം തന്നെ അവൻ ക്യാമറയിൽ പകർത്തി നമ്മുടെ നുറിക്ക് അയച്ചു കൊടുക്കുകയും ചെയ്തു. പെട്ടെന്ന് ഇവൻ നിൽക്കുന്ന ആ ഒരു റൂമില് ജനല് തുറക്കുകയാണ്. സേസ ആകെ പേടിച്ച് വിറച്ചുപോയി. പിന്നീട് അവൻ ആ റൂമിൽ നിന്ന് പോകാനായിട്ട് നോക്കുമ്പോൾ അവന്റെ ഫ്രണ്ടിലായിട്ട് തന്നെ ഉപ്പയുടെ പ്രേതം വന്ന് ഇങ്ങനെ തുറിച്ചു നോക്കുകയാണ്. പെട്ടെന്നാണ് അവന്റെ ഉപ്പയുടെ സൗണ്ട് കേൾക്കുന്നത്. അതും പുറത്ത് ഗേറ്റിന്റെ അപ്പുറത്ത് നിന്ന്. ഉപ്പ അവിടെ നിന്ന് ഓടിപ്പോകുന്നത് കണ്ട നമ്മുടെ സേസയാണെന്നുണ്ടെങ്കിൽ ഉപ്പാന്റെ പിന്നാലെ ഓടിപ്പോവാണ്. അജങ് അപ്പൊ തന്നെ ഈ കാര്യം വിളിച്ച് നമ്മുടെ നുറിയോട് പറയുന്നുണ്ട്. അപ്പോഴാണ് നുറി നമ്മുടെ സേസ അയച്ച ആ ഒരു ഫോട്ടോ കാണുന്നത്. സേസ വീട്ടിൽ നിന്ന് ഇറങ്ങി ഓടിയെന്ന് അറിഞ്ഞ നുറി അപ്പൊ തന്നെ നമ്മുടെ എണ്ടയും കൂട്ടിയിട്ട് ഇപ്പൊ സേസയെ തെരയാനായിട്ട് ആരംഭിച്ചു. ഇതേ സമയം സേസയാകട്ടെ അവന്റെ ഉപ്പാനെ കണ്ടിട്ട് ഓടിക്കൊണ്ടേയിരിക്കുകയാണ്. ഒരു പോയിന്റ് എത്തിയപ്പോ ഉപ്പാനെ കാണാനില്ല. അവൻ അങ്ങനെ ഇരുട്ടായത് കൊണ്ട് കയ്യിലുണ്ടായിരുന്ന തീപ്പെട്ടിക്കൊള്ളി കത്തിച്ചിട്ടാണ് ഇപ്പൊ മുന്നോട്ടേക്ക് പോകുന്നത്. പെട്ടെന്ന് അവന്റെ കാലിലായിട്ട് ഒരു ബെയർ ട്രാപ്പ് കുടുങ്ങുകയാണ്. കാലില് നല്ല രീതിയിൽ മുറിവ് പറ്റി. മന്ത്രവാദിനിയുടെ വീട്ടിൽ നിന്നും ഇപ്പൊ ചീറിപ്പാഞ്ഞ് വന്നുകൊണ്ടിരിക്കുകയാണ് യണ്ടയും നുറിയും. അപ്പോഴേക്കും വില്ലേജ് ഹെഡിന്റെ നേതൃത്വത്തില് നാട്ടുകാരും സേസയെ തെരഞ്ഞ് ഇറങ്ങിയിട്ടുണ്ട്. പക്ഷെ അവന്റെ പൊടി പോലും കണ്ടെത്താനാകുന്നില്ല. മുറിവേറ്റ് ക്ഷീണിതനായ സേസയാകട്ടെ ഇപ്പൊ റോഡിലൂടെ പോയിട്ടുണ്ടായിരുന്ന ഒരു ട്രക്കിലേക്ക് കയറുന്നു. മിസ്റ്റർ വുലാൻഡോയെ അപകടപ്പെടുത്താനായിട്ട് നോക്കിയിട്ടുണ്ടായിരുന്ന അതേ ട്രക്ക് തന്നെയായിരുന്നു അത്. അവനെയും കൊണ്ട് ഒരു ക്ലിനിക്കിന്റെ ഫ്രണ്ടിലേക്കാണ് ആ ട്രക്ക് പോയത്. വളരെ പാടുപെട്ട് നമ്മുടെ സേസ ആ ക്ലിനിക്കിലേക്ക് കയറി. അവിടെ ആരും തന്നെ ഉണ്ടായിരുന്നില്ല. അവന്റെ ബോധം പൂർണ്ണമായിട്ടും പോയിക്കൊണ്ടിരിക്കുകയാണ്. അടുത്ത് കണ്ട ഒരു സ്ട്രെച്ചറിൽ അവൻ വലിഞ്ഞു കയറി കിടന്നു. പിന്നീട് അവൻ കണ്ണു തുറന്ന് മുകളിലേക്ക് നോക്കിയതും അവന്റെ മരിച്ചുപോയ ഉമ്മയും ഉപ്പയുമാണ് ആ ഒരു സ്ട്രക്ചറും വലിച്ചു കൊണ്ട് പോകുന്നത്. അവനാകെ പേടിച്ചു വിറച്ചു. പെട്ടെന്ന് അവൻ ഞെട്ടി എണീക്കുകയാണ്. എണീറ്റ് നോക്കുമ്പോൾ അവന്റെ ചുറ്റിലുമായിട്ട് 4-5 ശവങ്ങൾ കിടക്കുന്നുണ്ട്. പെട്ടെന്ന് തന്നെ ആ ശവങ്ങൾ എഴുന്നേൽക്കുന്നു. എന്നിട്ട് ഇവന് നേരെ തിരിയുകയാണ്. ഇത് കണ്ട് പേടിച്ച് സേസ അവിടെ നിന്ന് ഓടി രക്ഷപ്പെടാനായിട്ട് നോക്കുന്നു. പക്ഷെ അവന്റെ തലയിടിച്ച് അവൻ മരണപ്പെടുകയാണ്. ഇതേ സമയം നാട്ടുകാർക്ക് ഒന്നും കണ്ടെത്താനാവാത്തത് കൊണ്ട് തെരച്ചിലൊക്കെ നിർത്തിയിട്ടുണ്ടായിരുന്നു. പെട്ടെന്നാണ് ക്ലിനിക്കിൽ നിന്നും വില്ലേജ് ഹെഡിന് ഫോൺ കോൾ വരുന്നത്. ജ്യേഷ്ഠനും മരണപ്പെട്ടു എന്നറിഞ്ഞ എണ്ടയും നുറിയും ഇപ്പോൾ പൊട്ടിക്കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അധികം വൈകാതെ തന്നെ ജ്യേഷ്ഠന്റെയും മരണാനന്തര ചടങ്ങുകൾ ഇവർ നടത്തി. കബറടക്കം കഴിഞ്ഞ് എണ്ടയും നുറിയും ഇപ്പോൾ കരഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അജങ്ങിന്റെ ഉപ്പയായിട്ടുള്ള ഉസ്മാൻ അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. നിങ്ങൾ സമാധാനിക്ക്, ആ ഒരു മന്ത്രവാദിയെ കണ്ട് നമുക്ക് കാര്യം പറയാം എന്നാണ് അദ്ദേഹവും പറയുന്നത്. ഇപ്പോ ആ ഒരു വലിയ വീട്ടില് നമ്മുടെ എണ്ടയും നുറിയും മാത്രമാണുള്ളത്. അജങ് ഇടയ്ക്ക് വന്ന് അവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കും. രണ്ടുപേർക്കും സങ്കടം സഹിക്കാൻ പോലും വയ്യ. ഇനി ഇവരിൽ ആരായിരിക്കും മരണപ്പെടുക എന്ന് മാത്രമാണ് ഇപ്പോൾ ഇവർ ചിന്തിക്കുന്നത്. ഒറ്റയ്ക്കിരിക്കുമ്പോഴെല്ലാം അച്ഛന്റെയും അമ്മയുടെയും ജ്യേഷ്ഠന്റെയും മുഖം മാത്രമാണ് രണ്ടുപേർക്കും മനസ്സിലേക്ക് വരുന്നത്. അങ്ങനെ അടുത്ത ദിവസം തന്നെ ഇപ്പൊ നമ്മുടെ നുറിക്ക്
അവർക്ക് അനുഭവപ്പെട്ട അതേ തണുപ്പ് അനുഭവപ്പെടാനായിട്ട് തുടങ്ങി. അതായത് അവളും ആ ഒരു കർമ്മം ചെയ്തിട്ടുണ്ട്, എന്നിട്ട് കൂടി അവളുടെ ശരീരത്തിൽ തണുപ്പ് അനുഭവപ്പെടുകയും അവൾക്ക് എന്തൊക്കെയോ വയ്യായിക വരികയും ചെയ്യുകയാണ്. ഇത് യണ്ടയോടും അവൾ പറഞ്ഞു. അന്ന് രാത്രി നൂറി റൂമിലേക്ക് പോയപ്പോഴാണ് മരിക്കുന്നതിന് മുമ്പായിട്ട് ജ്യേഷ്ഠനായ സേസ അയച്ച ആ ഒരു വാട്സപ്പ് ഫോട്ടോ അവൾക്ക് ഓർമ്മ വരുന്നത്. അവൾ അത് എടുത്തു നോക്കുന്നു. പിന്നീട് ബ്ലാങ്കറ്റ് തിരയുന്നതിനിടയിൽ കട്ടിലിനടിയിൽ നിന്നും ആ ഒരു ഫോട്ടോയിൽ കണ്ട അതേ പൊതി അവള് ഇവളുടെ റൂമിന്റെ കട്ടിലിന്റെ അടിയിൽ നിന്നും കണ്ടെടുക്കുകയാണ്. ഉടനെ തന്നെ യണ്ടയോട് ഈ കാര്യം പറഞ്ഞു. അങ്ങനെ ഇവർ രണ്ടുപേരും കൂടി ചേർന്ന് കാടിന് നടുവിലുള്ള ആ ഒരു മന്ത്രവാദിയെ കാണാനായിട്ട് പോവുകയാണ്. അവരുടെ നേതൃത്വത്തിൽ ഇപ്പോൾ ഒരു റിച്വൽ നടത്താനായിട്ട് പോകുന്നു. ഈ ഒരു ശാപത്തിൽ നിന്നും പുറത്തു കടക്കാനായിട്ട് ഇവർക്ക് ഇത് അത്യാവശ്യമാണെന്നാണ് ആ ഒരു മന്ത്രവാദിനി പറയുന്നത്. നമ്മളപ്പോ സിനിമയുടെ തുടക്കത്തിൽ കണ്ടിട്ടുണ്ടായിരുന്ന ആ ഒരു സീനിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇവരുടെ വീട്ടിൽ നടക്കുന്ന മരണത്തിന്റെ യഥാർത്ഥ കാരണം മന്ത്രവാദിനി കണ്ടെത്തുന്നു. പിന്നീട് കാണിക്കുന്നത് അജങ്ങിന്റെ ഉപ്പയായിട്ടുള്ള ഉസ്മാനെ തേടി ഇപ്പോൾ ഒരു പ്രേതം വന്നിരിക്കുന്നതാണ്. അദ്ദേഹം അവിടെ നിന്നും പുള്ളിക്കാരന്റെ ഒരു കോട്ട് എടുക്കുന്ന സമയത്ത് തന്നെ മിസ്റ്റർ വുലാൻഡോയുടെ പ്രേതം വന്ന് ഇവരുടെ റബ്ബർ പ്ലാന്റേഷനിൽ ഉപയോഗിക്കുന്ന ഒരു ആസിഡ് ഉപയോഗിച്ച് ഉസ്മാനെ തൽക്ഷണം തീർത്തു കളയുകയാണ്. മറുവശത്ത് ഈ ഒരു റിച്വൽ നടന്നുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ നുറിയുടെ അടുത്തായിട്ട് തന്നെ ഒരു പ്രേതം വന്ന് അവളെ ഇങ്ങനെ തുറിച്ചു നോക്കുന്നുണ്ട്. പേടിച്ചു വിറച്ച നുറിയാകട്ടെ അവിടെ നിന്നും ഓടിപ്പോവുകയാണ്. മണ്ണിനടിയിലുണ്ടായിരുന്ന നമ്മുടെ യണ്ടയ്ക്ക് ഒന്നും തന്നെ ചെയ്യാനായിട്ട് സാധിച്ചില്ല. ആ ഒരു കൊടും പ്രേതം അവളെ തന്നെ ഇപ്പോൾ പിന്തുടർന്നു വരുന്നു. ഓടിപ്പോകുന്നതിനിടയിൽ നമ്മുടെ നുറിയാണെന്നുണ്ടെങ്കിൽ അവിടെ വീണു പോകുന്നു. പക്ഷെ ആ ഒരു പ്രേതം അവളെ ഒന്നും ചെയ്യുന്നില്ല. പിന്നീട് കാണിക്കുന്നത് ഒരു ഫ്ലാഷ് ബാക്ക് ആണ്. ഉസ്മാൻ ഒരു കുഴിമടിയനും ദരിദ്രനുമായിരുന്നു. അവന് വേണ്ട എല്ലാ സ്വത്തുക്കളും നൽകിയത് നമ്മുടെ മിസ്റ്റർ വുലാൻഡോ ആണ്. ഉസ്മാന്റെ മകളായിട്ടുള്ള അജങ് മിക്കപ്പോഴും ഇവരുടെ വീട്ടിലാണ് നിന്നിട്ടുണ്ടായിരുന്നത്. വുലാൻഡോയുടെ മക്കൾക്ക് എല്ലാവർക്കും അദ്ദേഹം നല്ല വിദ്യാഭ്യാസമാണ് നൽകുന്നത്. ഞാനൊരു കുതിരക്കാരിയും, ഇതെനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല എന്നും പറഞ്ഞ് കരയുകയാണ് അജങ്. ഇത് കണ്ട് സഹിക്കവയ്യാതെ ഉസ്മാൻ ആകട്ടെ മിസ്റ്റർ വുലാൻഡോയെയും കുടുംബത്തെയും നശിപ്പിക്കാനായി കൂടോത്രം ചെയ്യാനായിട്ട് ആരംഭിക്കുന്നു. അവര് 5 പേരുടെയും ഫോട്ടോ നിരത്തി വെച്ചതിന് ശേഷം ആ ഒരു പൊതി തയ്യാറാക്കി തന്റെ മകളായിട്ടുള്ള അജങ്ങിനെ ഏൽപ്പിക്കുന്നു. അജങ് ആകട്ടെ ആ ഒരു പൊതി ഇവരുടെ ഓരോരുത്തരുടെയും മുറിയിലേക്ക് പോയി കട്ടിനടിയിൽ സ്ഥാപിക്കുന്നു. എല്ലാത്തിനും കാരണക്കാര് അച്ഛനും മകളുമായിരുന്നു. അച്ഛന്റെ വെടി ഇപ്പൊ തീർന്നിട്ടുണ്ട്. ഇനി മകളുടെ വെടി തീരാനായിട്ട് പോവുകയാണ്. മകളിപ്പോ ഇവരുടെ വീട്ടിലേക്ക് തന്നെ വരുമ്പോഴാണ് അവിടുത്തെ കുതിര കയറ് അഴിഞ്ഞു കിടക്കുന്നത് ഇവള് കാണുന്നത്. ആ ഒരു കുതിരയെ പിടിച്ചു കെട്ടാനായിട്ട് അവൾ നോക്കിയതും കുതിരയാകട്ടെ ഇവളെയും വലിച്ചുകൊണ്ട് ഒരൊറ്റ പോക്ക് നേരെ കൊണ്ടുപോകുന്നത് കാട്ടിലേക്കായിരുന്നു. പോകുന്ന വഴിയിൽ ഒരു കമ്പ് തറച്ച് അവളുടെ വെടിയും തീർന്നു. ഇതെല്ലാം കണ്ടുകൊണ്ട് ആ ഒരു പ്രേതം അവളെ തന്നെ തുറിച്ചു നോക്കുന്നു. മറുവശത്ത് മന്ത്രവാദിയുടെ നേതൃത്വത്തിൽ നടന്നിരുന്ന ആ ഒരു റിച്വൽ പൂർത്തിയായിട്ടുണ്ടായിരുന്നു. ഇനി ഇവർക്ക് രണ്ടുപേർക്കും യാതൊരുവിധ പ്രശ്നങ്ങളുമില്ല. മന്ത്രവാദിയോട് യാത്ര പറഞ്ഞ് ഇവരങ്ങനെ വീട്ടിലേക്ക് പോകുന്നു. എന്തൊക്കെ പറഞ്ഞാലും ബന്ധുക്കളായിരുന്നല്ലോ അജങ്ങും ഉസ്മാനും. അവരുടെ ശവസംസ്കാര ചടങ്ങുകളിലൊക്കെ പങ്കെടുത്തതിന് ശേഷം നുറിയും യണ്ടയും ഇപ്പോൾ ശവപ്പറമ്പിൽ നിന്നും തിരികെ വരുമ്പോൾ ഇവർക്ക് രണ്ടുപേർക്കും ഇപ്പോഴും സംശയം ബാക്കിയാണ്. നമ്മൾ ഇപ്പോഴും ജീവിച്ചിരിക്കുന്നത് അന്ന് ആ ഒരു പ്ലേറ്റ് തറയിലിട്ട് പൊട്ടിച്ച റിച്വൽ നടത്തിയത് കൊണ്ടാണോ, അതോ ഈ ഒരു കൂടോത്രം നമ്മൾ മുടക്കിയത് കൊണ്ടാണോ? പിന്നീട് കാണിക്കുന്നത് നമ്മുടെ വില്ലേജ് ഹെഡ് ആയിട്ടുള്ള ബുദ്ധി ഈ ഒരു മന്ത്രവാദിനിയെ കാണാനായിട്ട് പോകുന്നതാണ്. മന്ത്രവാദിനിയാകട്ടെ പുള്ളിക്കാരനെ കണ്ടതും കൈകൂപ്പുന്നുണ്ട്. വില്ലേജ് ഹെഡ് ഒരു ദുഷ്ടനായ മനുഷ്യനായിരുന്നോ, ഈ ഒരു മന്ത്രവാദിനി ഇയാളുടെ അടിമയായിരുന്നോ എന്നുള്ള ഒരുപാട് ചോദ്യങ്ങൾ നമുക്ക് മനസ്സിൽ തന്നുകൊണ്ടാണ് ഈ ഒരു സിനിമ അവസാനിക്കുന്നത്. നമ്മുടെ ഇന്നത്തെ സിനിമ എങ്ങനെയുണ്ടായിരുന്നു കൂട്ടുകാരെ? ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ആദ്യമായിട്ടാണ് കൂട്ടുകാർ നമ്മുടെ ഈ ഒരു കൊച്ചു ചാനൽ കാണുന്നതെങ്കിൽ ഇപ്പൊ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യാനും മറക്കണ്ട. പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ എല്ലാവരും നല്ല ഹാപ്പി ആയിട്ടിരിക്കുക. ടാറ്റ, ബൈ ബൈ.